ഇന്നത്തെ ഈ വേദിയിലെ ആദ്യത്തെ പെർഫോമൻസിനായി നമ്മുടെ ഫസ്റ്റ് ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഇവിടെ ഈ ബോയ്സ് മാത്രം പഠിക്കുന്ന +2 സ്കൂളിൽ ഹയർ സെക്കൻഡറി എക്സാമിന്റെ ലാസ്റ്റ് ദിവസമാണ്. പരീക്ഷ തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ അടിക്കുമ്പോ ടീച്ചർ പിടിക്കാതിരിക്കാൻ അറിയില്ലപ്പ ഞങ്ങളെ കാത്തുകൊള്ളണം. ലൈറ്റ് കിട്ടി കത്തിക്കാനുള്ള സാധനം കൊടുക്ക്. എടാ ഇതല്ല ചന്ദ്രത്തിൽ എടുക്കാൻ. സമയേ കാത്തുകൊള്ളണേ. ഭഗവാനെ ഞങ്ങളെ കാക്കണേ. ഞങ്ങള് ലിനറ്റിനെയും വിദ്യയും ഇനി മുതൽ പെങ്ങളെ പോലെ കണ്ടോളാമേ. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കെട്ടിയെടുത്ത് ഇനി ഞാൻ സിഗരറ്റ് വലിക്കൂല. സ്വന്തമായിട്ട് അധ്വാനിച്ച് സിഗരറ്റ് വാങ്ങി വലിച്ചോളാമേ. ദൈവമേ, ഇനി മുതൽ ഞങ്ങൾ മദ്യം ഡ്രൈ ആയിട്ട് അടിക്കൂല, മദ്യത്തിൽ വെള്ളം ചേർത്ത് അടിച്ചേക്കാമേ. ഇനി ബ്ലൂടൂത്തും മെമ്മറി കാർഡും ഞങ്ങൾ കൈകൊണ്ട് തൊടൂല. നീ തൊടൂടാ? നീ തൊടുവോ? ഇല്ല, ഞാനും തൊടൂല. സത്യം. ദൈവമേ, നീ ഞങ്ങൾ ജയിപ്പിക്കണമേ. കോപ്പി അടിക്കാനുള്ള അവസരം നീ ഒരുക്കി തരണമേ സ്വാമി. അൽഹംദുലില്ലാഹ്. എല്ലാ ദൈവങ്ങളും ഇരിക്കട്ടെ, ആരെങ്കിലും ജയിപ്പിച്ചാല. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പരീക്ഷ ജയിക്കും. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇതിനു മുമ്പ് അങ്ങനെ പരസ്പര ബന്ധുല്ലാണ്ട് സംസാരിച്ചിട്ടുള്ളല്ലോ. നീ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ എന്താ? എടാ, താൻ പാതി ദൈവം പാതി എന്നല്ലേ? അപ്പൊ ദൈവത്തിന്റെ പാതി 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാ ഞാൻ ജയിച്ചില്ലേ? പഠിപ്പിസ്റ്റ് പഠിപ്പിസ്റ്റ്. കുട്ടാ സനലേ, പണ്ട് ഞാൻ കല്ലെറിഞ്ഞതും മറ്റേ കയ്യില് കോമ്പസ് കുത്തിയതും പിന്നെ മിനിഞ്ഞാന്ന് പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് പാന്റ് ഊരിയതേ ഒന്നും മനസ്സിലാക്കരുതേ. ഇപ്പൊ നിന്റെ മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ചോദ്യപേപ്പർ കാണിച്ചു തരാം. പോടാവുന്നു. നമ്മൾ ആ കൊല്ലം പ്ലാനറ്റ് പോലും അവൻ മറന്നിരിക്കണേ. അതിന്റെ ഇടയിൽ നിന്റെ അവനൊന്നും മനസ്സിലല്ലേ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ പരീക്ഷയില് നീയൊക്കെ കോപ്പി അടിച്ചിട്ട് എറിഞ്ഞു കളഞ്ഞ പേപ്പർ ഇതൊക്കെ. കഴിഞ്ഞ പരീക്ഷയില് നീയൊക്കെ ഇതേപോലെ എറിഞ്ഞ പേപ്പർ വിറ്റപ്പം എനിക്ക് 650 രൂപ കിട്ടി. ആ കാശ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാ. ഇന്നാ. ഓ, താങ്ക് യു സർ. പോട്ടെ. ഇന്ന് സാറേ 10 രൂപയുണ്ട്, ചായ കുടിച്ചോ. എന്ന് നിന്നെയൊക്കെ എന്റെ കൈ കിട്ടുന്നോ അന്ന് നീയൊക്കെ ഈ സ്കൂളിൽ നിന്ന് പുറത്താ. സൂക്ഷിച്ചോ. സാറേ കേറിക്കോട്ടെ. പറഞ്ഞു തീർന്നില്ലല്ലോ, വന്നല്ലോ. എടാ, നിന്നോട് അച്ഛനെ കൊണ്ട് ക്ലാസ്സിൽ കയറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അച്ഛനെവിടാ? എന്റെ അച്ഛനില്ല സാറ്. എന്നോട് ക്ഷമിക്കണം മോനെ. എത്ര ആളായി അച്ഛൻ മരിച്ചിട്ട്? മരിച്ചിട്ടില്ല, ജയിലില്ല. എങ്കിൽ പിന്നെ നിനക്ക് അയൽവക്കത്ത് വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇല്ലേ? അവരെയും വിളിച്ചോണ്ട് വരത്തില്ല നിനക്ക്? ആ അയൽക്കാരനെ വെട്ടിക്കൊന്നിട്ട് അച്ഛൻ ജയിലോട്ട് പോയത്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ വരാതെ നിന്നെ പരീക്ഷ ഇരിക്കുന്ന പ്രശ്നമില്ല സാറേ. അച്ഛൻ വെട്ടിക്കൊന്ന ആളും ഒരു പ്രിൻസിപ്പാളായിരുന്നു. എടാ, നീ കയറി പരിശോധിക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അച്ഛൻ പരവലിൽ ഇറങ്ങി കഴിയുമ്പോ ഞാൻ അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞേരെ കേട്ടോ. ഹലോ 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 സാറന്മാരെ, കോപ്പി അടിക്കാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കൂല. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞ ട്യൂട്ടർ ഉണ്ടല്ലോ, കോപ്പി അടിക്കുന്നവനെയൊക്കെ പിടിക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റാ സാറേ. ബ്രിട്ടീഷുകാരെ കാണിച്ച് ഗാന്ധിജിയെ പേടിപ്പിക്കല്ലേ. ഗാന്ധിജി കുറെ വെള്ളക്കാരെ കണ്ടതാ. കാണാം. ബെല്ലടിച്ചു. എന്താടാ, നമ്മുടെ ബോയ്സ് ഉള്ളി സ്കൂളില് ഒരു സ്ത്രീയുടെ മണം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. അളിയാ, ഈ പരീക്ഷ നമ്മള് തോറ്റടാ. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഇതിനെ നോക്കോ
അത് പരീക്ഷ എഴുതൂ. നോക്കൂ. ഗുഡ് മോർണിംഗ് ബോയ്സ്. ഐ എം യുവർ ട്യൂട്ടർ ഗെറ്റി ടീച്ചർ. മിസ് ഒറ്റ മിനിറ്റ് ഓക്കെ. ലിസൺ ബോയ്സ്, കോപ്പി അടിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇതിനു മുൻപ് ഒരുപാട് കുട്ടികളെ കോപ്പി അടിച്ചത് ഞാൻ പിടിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ടീസി വാങ്ങി കൊടുത്തിട്ടുണ്ട്. സന്തോഷം. ഇവിടുത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടി സി വാങ്ങേണ്ട സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ എനിക്ക് ടി സി മേടിച്ച് തരണേ. തരൂലേ? കൃത്യം 10 മണിക്ക് തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്നാ പേപ്പർ. ടീച്ചർ ഒരെണ്ണം കൂടി. അപ്പൊ ഇതോ? ഇത് സൂക്ഷിച്ചു വെക്കാൻ. ആ കൈ മുട്ടിയതല്ലേ? അതിൽ ചോദ്യങ്ങളൊന്നും ഇട്ടാ കംപ്ലീറ്റ് ചോർന്നു തോന്നുന്നു. വിദ്യാഭ്യാസ മന്ത്രി നോക്കിയതാണ്. അതിനകത്തൊന്നുമില്ല. നോക്കിയതുണ്ടോ? ഓ, അത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആൻസർ ഷീറ്റാ. പരീക്ഷാ ഹാളിലാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാവരുടെ മൊബൈൽ ഇങ്ങെടുക്ക്. മൊബൈൽ വേണോ? നമ്പർ പോരെ? ഓക്കെ, ടൈമായി. ഇന്നാ ക്വസ്റ്റ്യൻ പേപ്പർ. വേഗം എഴുതിക്കോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. വേറെ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? മിസ്, ഐ ഹാവ് ഡൗട്ട്. യെസ്. മിസ്സിന്റെ കല്യാണം കഴിഞ്ഞാണ്. യു ബ്ലഡി ഇല്ലടോ അവിടെ. മിസ്സേ, ഒന്നിനി. മിസ്സേ, ഇവിടെ പാമ്പുണ്ടെന്ന് തോന്നണം. തുക്ലക്കിന്റെ കാണിച്ചതാ. തുക്ലക്കിന്റെ അയ്യേ, അതല്ല കാണിച്ചതാടാ. നീ പഠിച്ചിട്ടെന്ന് പറഞ്ഞിട്ടല്ല എന്റെ PSK എടുത്ത് കളഞ്ഞത്. ഇത് കാണിച്ചു ചതിക്കല്ലടോ. ഞാൻ പഠിച്ചിടണമെന്നല്ലേ പറഞ്ഞത്, കാണിച്ചു തരുമെന്ന് പറഞ്ഞില്ലല്ലോ. മറ്റേക്ക് വിവറന്നോടോ. മിസ്സേ, പേപ്പർ ചോദിക്കുന്നു. ആർക്കാ വേണ്ടത്? നിനക്കാ? ഒന്നിനും ആയിക്കോട്ടെ. അർജന്റാണ് മിസ്സേ. വേഗം പോയിട്ട് വാ. അവൻ കാണിച്ചു ശരിയാക്കി തരാട്ടോ. മര്യാദക്ക് എനിക്ക് പേപ്പർ തരുന്നതാണ് ബുദ്ധി. മിസ്സേ, തോക്ക് പുറത്തേക്ക് ഇറങ്ങട്ടോ. മിസ്സേ, വീണ്ടും ഒന്നിനും ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ഇനി ഒന്നിന് പോകാൻ മുട്ടുമ്പോഴേ ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്നാം രാഗം പാടി കുന്നിന് മാത്രം തേടി, കുന്നിന് മാത്രം തേടി വന്നുവല്ലോ ഇങ്ങനെ ഞാൻ വടക്കന്മാരുടെ മുന്നിൽ. മര്യാദയ്ക്ക് ഇരുന്നോളണം കേട്ടോ. ഈ 4 വേദങ്ങൾ ഏതൊക്കെയാ? വേദങ്ങൾ 4 ഏതൊക്കെയാ? യജുർവേദം, സാമവേദം, ഋഗ്വേദം, 4ാമത് രതിനിർവേദം. അയ്യോ, ടീച്ചർ കോപ്പി കണ്ടു എന്ന് തോന്നുന്നു. എന്താണോ അത്? ഒന്നുമില്ല ടീച്ചർ. എന്താണെന്ന്? ഒന്നുമില്ല. തന്റെ കോപ്പി ഉണ്ടല്ലേ? ഇല്ല. ഞാൻ നോക്കട്ടെ. എവിടെയാടാ വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് തിരിഞ്ഞേ. തിരിഞ്ഞേ, ഇങ്ങോട്ട്. ഒന്നും കാണാനില്ലല്ലോ ടീച്ചറേ. ആ കോപ്പി എന്റെ ദേഹത്ത് തന്നെയുണ്ട്. അത് കണ്ടുപിടിക്കാണ്ട് കൈയെടുത്തേക്കല്ലേ. തന്റെ കോപ്പിയൊന്നുമില്ലല്ലോ. താൻ വെറുതെ പറഞ്ഞല്ലേ? മിസ്സേ, മിസ്സിന്റെ പേര് രതീന്നല്ലേ? അതെ. എന്റെ പേര് പപ്പൂന്നാ. പപ്പൂന്ന്
വൃത്തികെട്ടവന്മാര്. ടീച്ചറിനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ടീച്ചർ എന്നെ അങ്ങനെ കൊച്ചാക്കിയതും വേണ്ട. ഞാൻ 5-6 തോറ്റ ഇവിടം വരെ എത്തിയത്. ടീച്ചറിനെക്കാളേ പ്രായത്തിൽ ഇളയതാ, അറിയോ? നിങ്ങൾ മര്യാദയ്ക്ക് ഇന്ന് എഴുതുന്നുണ്ടോ? മിസ്, അയ്യോ അയ്യോ, എന്തു പറ്റി? മോനെ എന്നിട്ട് മോനെ എന്നിട്ട് എനിക്ക് കഴിയായി. നോ പ്രോബ്ലം മാഡം, ഞാൻ ഓക്കെ. ഓക്കെ ഓക്കെ ശരിയായോ? ആർ യു ഓൾ റൈറ്റ്? ഓക്കെ 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 മിസ്. ആ അമ്മേ, അയ്യോ, ഈ കുട്ടിക്ക് എന്ത് പറ്റി? മോനെ എഴുന്നേറ്റേ. അയ്യോ, ഇത് എന്താ ഇത്? എഴുന്നേറ്റ് കുട്ടി, എഴുന്നേറ്റേ. കഴിഞ്ഞേ. ഓക്കെ, ഞാൻ ശരിയായോ? എന്ത് പറ്റിയതാ? ക്ഷീണം കൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, നിന്റെയൊക്കെ ഒരു വേഷം കിട്ടല്. എന്തേ? പരോളിനൊന്ന് അച്ഛനെ അന്വേഷിക്കാൻ പറഞ്ഞു. എന്താ നടക്കുന്നത്? ഓ, ഈ പിള്ളേരെ കൂടി ഞാൻ തോറ്റു സാറേ. ഒക്കത്തിന് എന്റെ കോപ്പിയുണ്ട്, പക്ഷെ കാണുന്നില്ല. കണ്ടാലല്ലേ പിടിക്കാൻ പറ്റൂ. ഇവന്റെ ഒക്കെ ഇവനെ ഒന്ന് നോക്കി തരുള്ളൂ. എസ് എ ക്വസ്റ്റ്യൻ ചെരുപ്പിനടിയില്, ഷോർട്ട് ക്വസ്റ്റ്യൻ ഷർട്ടിന്റെ ഉള്ളില്, ഡയഗ്രാം ചെവിയുടെ പുറയില്. എന്താ ഇത്? എടാ, ഇത് എന്താണെന്ന്? കോപ്പിയുടെ ഇൻഡെക്സാ. കോപ്പിയുടെ ഇൻഡെക്സാ. എന്നെ പിടിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറ. അവന്റെ ഷർട്ട് ഊരിയൊക്കെ അവന്റെ ഷർട്ടിന് പുറത്തൊക്കെ ഉണ്ട്. സാറേ വേണ്ട സാറേ, സുന്ദരിയായി ടീച്ചർ നിൽക്കുമ്പോ നിങ്ങൾ ഊരാനാ പറഞ്ഞേ. എന്താടാ ഇത്? ഗജിനിയാ? അല്ല, രജനി. എന്റെ പെങ്ങളാ. അവൾ എഴുതി തന്ന ഇതല്ല. സാറേ, ഇവന്മാരൊക്കെ കത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയ ഈ ഉത്തരങ്ങളൊക്കെ എഴുതിയത്. സാറിനറിയോ, ഞാൻ ശരിക്കും പറഞ്ഞ 10 എസ്സേതാണ്. ഇവര് കാരണമാണ് ഞാൻ 5 എസ്സേഡ് ചുരുക്കിയത്. അതിന് ഈ ചോദ്യ പേപ്പറിൽ ആകെ 3 എസ്സേകളിലോടാ മഹാഭാവി. എടാ, നീയൊക്കെ ഇവനെ കണ്ടുപിടിക്കുക. എന്ത് നന്നായിട്ട് പഠിക്കൂന്നറിയോ ഇവൻ? നിന്റെയൊക്കെ പോലെ കോപ്പി അടിച്ചല്ല ഇവനൊക്കെ പരീക്ഷ എഴുതിയത്. നീയൊന്നും ഒരു കാലത്തും ഗുണം പഠിക്കൂടാ. ഇറങ്ങിക്കോ ഈ ക്ലാസ്സിൽ നിന്ന്. ഗെറ്റ് ഔട്ട്. വർഷങ്ങൾ ഇവരെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 15 വർഷങ്ങൾക്ക് ശേഷം മോനെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിനെ ഒന്ന് കാണാൻ പറ്റുമോ? അത് ഈ സെക്രട്ടറിയോട് പറ, എന്നിട്ട് നമുക്ക് മന്ത്രിനെ കാണാം. പെൻഷൻ എന്തോ പ്രശ്നം, അതൊന്ന് മന്ത്രിയെ കണ്ട് പറയാനാ. എന്താ പ്രശ്നം? ഒരു പെൻഷന്റെ ഒരു കേസാ. സാറോ? സാറേ, സാറേ ഞങ്ങൾ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ്. മാഷ് ഞങ്ങൾ മനസ്സിലായില്ലേ? സാറേ, 15 കൊല്ലം മുമ്പ് സാറ് പരീക്ഷയുടെ ഇടയിൽ കോപ്പി അടിച്ചതിന് കുറച്ച് വിദ്യാർത്ഥികളെ പുറത്താക്കിയില്ലേ? അന്നത്തെ ആ വിദ്യാർത്ഥികളാണ് സാറേ ഞങ്ങള്. അപ്പൊ നീയാണോ ഇവിടുത്തെ മന്ത്രി? അതെ സാറേ. അല്ല, നിങ്ങളുടെ ബാച്ചിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തനില്ലായിരുന്നോ? കോപ്പി അടിച്ച് നിങ്ങൾ ഈ സ്ഥിതി എത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച അവൻ എവിടം വരെ എത്തി കാണും. ആ മഹാനാണ് സാറേ ഇതാ വരുന്നത്. PSC വഴി കിട്ടിയതാ. ഇത് തന്നെ കിട്ടിയത് മഹാഭാഗ്യം. സാറൊന്ന് നീങ്ങി. ദൈവമേ, ഈ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാ? കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഞാൻ എന്റെ വൈഫിനോട് പറയാം. എടി, ഇത്തിരി വെള്ളം കൊണ്ടുവന്നേ സാറിന്. ദാ വരുന്നു ചേട്ടാ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ ചെന്താമരേ. ഇത് രവിയല്ലേ? വിദ്യാഭ്യാസം ആഭാസവും കച്ചവടവുമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും ഇത്തരം കുരുതികൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. വിദ്യ കൊണ്ട് തന്നെ ശക്തരാവുകയും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം.